ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 17/5/2025 നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ. ആൻസർ ഓപ്ഷൻ ഡി. 2. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി. 1, 2, 3, 4, 5, 6. വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. 3. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP സമ്പ്രദായത്തിലൂടെയാണ്. രാജ്യസഭാ അംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാക്കണം. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ. 4. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ എ. 4 മാത്രം. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം. 5. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ ബി. 104-ാം ഭേദഗതി. 6. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ്? ആൻസർ ഓപ്ഷൻ സി. കാർബൺ ക്രെഡിറ്റ്. 7. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര്? ആൻസർ ഓപ്ഷൻ ഡി. ജീവനി. 8. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ? ആൻസർ ഓപ്ഷൻ ബി. കുറയുന്നു. 9. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15.0 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം? ആൻസർ ഓപ്ഷൻ സി. 0.075 മീറ്റർ. 10. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി. മാലൂസ് നിയമം. 11. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 12. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? ആൻസർ ഓപ്ഷൻ സി. നെപ്പോളിയൻ. 13. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി. 2, 3. 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. 1932 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. 14. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി. 1C, 2D, 3A, 4B. അതായത് ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, ഷാമാൽ ബരാട്ട്, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. 15. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? ആൻസർ ഓപ്ഷൻ ഡി. 1865. 16. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951 ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 17. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 4. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് 280. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ. 18.
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 3 ഇവയെല്ലാം. സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. 19. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM-ൽ എത്ര അംഗങ്ങളുണ്ട്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ എ 15 അംഗങ്ങൾ. 20. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 60 വയസ്സ്. 21. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ജൈവ കൃഷിരീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക. 22. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ തൃതീയ മേഖല. 23. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി RBI. 24. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26-ാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആമുഖം. 25. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44. 26. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1, 2. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ്. വേലത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. 27. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ഭാരത സർക്കാരിന്റെ ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. JC ഡാനിയേൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായികതാരം തോമസ് മത്തായി വർഗീസ് ആണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. 28. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തു. ആൻസർ ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. 29. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 2, 3. ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയയാണ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. 30. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1, 3. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. 31. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ സി സജി ചെറിയാൻ. 32. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. ആൻസർ ഓപ്ഷൻ എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. 33. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ഇരുമ്പ്, നിക്കൽ. 34. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി only 2 and 3. അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. 35. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്?
ആൻസർ ഓപ്ഷൻ സി ഇടുക്കി. 36. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ആൻസർ ഓപ്ഷൻ ഡി സ്പാഡെക്സ്. 37. പദാർത്ഥ കണികകളുടെ ദ്വൈത്യ സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ സി ഡി ബ്രോഗ്ലി. 38. CuNH3 6Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണ അവസ്ഥ എത്ര? ആൻസർ ഓപ്ഷൻ ബി +3. 39. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് CO2. 40. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. 41. 41 ശരിയായിട്ടുള്ള ആൻസർ അല്ല ഉള്ളത്, അതിനകത്ത് അത് വിട്ടേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 42. താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. 43. താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി പാവപ്പെട്ടവന്റെ ബാങ്ക്. 44. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം? ആൻസർ ഓപ്ഷൻ സി നബാർഡ്. 45. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? ആൻസർ ഓപ്ഷൻ ഡി ദാദാഭായി നവറോജി. 46. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ സി റവന്യൂ വകുപ്പ് മന്ത്രി. 47. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി 1 മാത്രം, റാംഡിയോ മിശ്ര. 48. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1995 ആണ്. 49. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3. സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. 50. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ 6th എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി എലിസബത്ത് കോൾബർട്ട്. 51. 10⁻⁴ × 4 / 5⁻x = 2⁻8 ആയാൽ എക്സിന്റെ വില. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഈ 10നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 5 എന്ന് പറയുന്നതാണ് 10 അല്ലേ? അപ്പോൾ ഇവിടെ 10⁻x ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 2⁻x × 5⁻x = 10⁻x. 10⁻x പകരം എന്തോ എഴുതാം? 2⁻x × 5⁻x ഇവിടെ 4നെ എങ്ങനെ മാറ്റാം നമുക്ക്? 2⁻2 എന്ന് പറയുന്നതും 4 എന്ന് പറയുന്നതും തുല്യമാണ് അല്ലേ? 2⁻2 = 4 ആണല്ലോ. അപ്പോൾ അത് ഇവിടെ എഴുതി /5⁻x. അപ്പോൾ ഇത് രണ്ടും അങ്ങ് വെട്ടിക്കളയാം. പിന്നീട് വരുന്നത് എന്താണ്? = 2⁻8. പിന്നെ വരുന്നത് എങ്ങനെയാണ്? 2⁻x × 2⁻2 = 2⁻8 എന്ന് വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗുണിക്കുമ്പോൾ വരുന്ന ഈ ചരങ്ങൾ തമ്മിൽ ഈ മുകളിലുള്ള രണ്ടും കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? x + 2 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 - 2 ആയിരിക്കും = 6. അപ്പോൾ എൻ്റെ ആൻസർ എന്തോ വരുന്നത്? 6. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ 52. രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിൻ്റെ 91% ആകെ മാർക്ക് എത്ര? അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. രാജുവിന് ഒരു പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്? 455 മാർക്കാണ് രാജുവിന് ഒരു പരീക്ഷയ്ക്ക് കിട്ടിയത്. അത് ആകെ മാർക്കിൻ്റെ എത്ര ശതമാനമാണ്? 91%. ആകെ മാർക്കിൻ്റെ 91% ഏത്? 455. അങ്ങനെയാണെങ്കിൽ ആകെ മാർക്ക് എത്രയാണ്? അപ്പോൾ ആകെ മാർക്ക് നമുക്കിവിടെ എക്സ് എന്നെടുക്കാം. ആകെ മാർക്കിനെ നമുക്ക് എക്സ് എന്നെടുക്കാം, അറിഞ്ഞുകൂടാത്തത് കൊണ്ട്. അപ്പോൾ എക്സിൻ്റെ 91%, ശതമാനം എന്ന് പറയുമ്പോൾ അടിയിൽ 100 എഴുതുക. എക്സിൻ്റെ 91% എന്ന് പറയുന്നതാണ് എന്ത്? 455. അങ്ങനെയാണെങ്കിൽ എക്സ് നമുക്ക് കണ്ടുപിടിച്ചാൽ ആകെ മാർക്കാകും. അപ്പം എങ്ങനെ എക്സ് കണ്ടുപിടിക്കാം? എക്സ് = 455 ഗുണം 100 ഡിവൈഡഡ് ബൈ 91. അപ്പോൾ 91 455 കൂടെ വെട്ടുമ്പം 5 കിട്ടും. അപ്പം 500. 5 ഗുണം 100 500. അപ്പോൾ ആകെ മാർക്ക് എത്രയാണ്? 500. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അധികം എന്നത് ഗുണനത്തിനെയും മൈനസ് എന്നത് പ്ലസിനെയും ഗുണനം എന്നത് മൈനസിനെയും ഭാഗം എന്നത് പ്ലസിനെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 25 + 5 ഭാഗം 900 മൈനസ് 90 ഗുണം 100ൻ്റെ വില എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 25 അധികം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗുണനത്തിനെയാണ്. 25 ഗുണം 5 ഭാഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അധികത്തിനെയാണ് അല്ലേ? അധികം 900 മൈനസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്ലസിനെയാണ്. പ്ലസ് 53. പ്ലസ് എന്നത് ഗുണനത്തിനെയും മൈനസ് എന്നത് ഭാഗത്തിനെയും ഗുണനം എന്നത് മൈനസിനെയും ഭാഗം എന്നത് പ്ലസിനെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 25 + 5 ഭാഗം 900 മൈനസ് 90 ഗുണം 100ൻ്റെ വില എത്ര? അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. 25 ഭാഗം പ്ലസ് ആണ്. 25 + 5 ആണ്. പ്ലസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗുണനത്തിനെയാണ്. ഗുണം 5. ഇനി എന്താ വരുന്നത്? ഭാഗം 900 ആണ്. ഭാഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്ലസിനെയാണ്. മൈനസ് ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഭാഗത്തിനെ. 90. ഗുണനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മൈനസിനെയാണ്. -100. ഇത് നമുക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? ഇതാണ് ചെയ്യേണ്ടത്. 900 ഭാഗം 90 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. 25 ഗുണം 5 അധികം 10 -100. ഇനി ചെയ്യേണ്ടത് ഏതാണ്? ഈ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 25 ഗുണം 5 125 ആണ്. 125 അധികം 10 -100. അപ്പോൾ എത്ര കിട്ടും? 125 മൈനസ് അധികം 10 135. 135 മൈനസ് 100 35 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ്. 54. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ക്യാറ്റ് എന്നത് 9 ഡീർ എന്നത് 11 കോഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ കോഡ് ഭാഷയിൽ എലിഫന്റ് എന്നത് എങ്ങനെ രേഖപ്പെടുത്തും? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ 9 ആണ് അല്ലേ? ഡീർ 11. എലിഫൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ABCD ഒക്കെ എഴുതി നോക്കിയാൽ ഇത് സി എന്ന് പറയുന്നത് 3 വരും, A 1 വരും, T 20 വരും. അപ്പം എത്ര കിട്ടും? 24 കിട്ടും. അത് ആൻസർ കറക്റ്റ് ആവുന്നില്ല.
പിന്നെ നമുക്ക് ചെയ്ത് നോക്കാം. CAT 3 അക്ഷരമുണ്ട്. 3 ഗുണം 3 9 വരും. പക്ഷേ ഡിയറിൻ്റെ വരുമ്പം അത് കറക്റ്റ് ആവുന്നില്ല. അപ്പം എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം 3 ഗുണം 2 6 കിട്ടി. 6 അധികം 3 9 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ താഴത്തെ ശരിയാവുമോ നോക്കാം. ഇത് 4 അക്ഷരമുണ്ട്. 4 ഗുണം 2 8 കിട്ടി. 8 അധികം 3 11 കിട്ടി. അത് കറക്റ്റ് ആവുന്നു. അടുത്തതും അതുപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര അക്ഷരമുണ്ട്? 1 2 3 4 5 6 7 8 8 അക്ഷരമുണ്ട്. അപ്പോൾ 8 ഗുണം 2 16 കിട്ടും. 16 അധികം 3 19. അപ്പോൾ ആൻസർ കിട്ടുന്നത് 19. കറക്റ്റാണോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി 19. അടുത്ത ക്വസ്റ്റ്യൻ 55. 2018 ജനുവരി 1 തിങ്കളായാൽ 2022 ജനുവരി 1 ഏത് ദിവസം? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 2018 ജനുവരി 1 എന്ന് പറയുന്നത് തിങ്കളാണ്. 2022 ജനുവരി 1 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2019 ജനുവരി 1 ആകുമ്പോൾ എത്രയാവും? തിങ്കൾ കഴിഞ്ഞിട്ട് 1 കൂട്ടുക, ചൊവ്വയാണ് അല്ലേ. 2020 ജനുവരി 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇപ്പോൾ 2020 ജനുവരി 1 എന്ന് പറയുമ്പോൾ ഒരു അതിവർഷമാണ്. അതിവർഷം വരുമ്പോൾ 2 കൂട്ടേണ്ടത്. അപ്പോൾ എത്ര വരും? വ്യാഴാഴ്ച വരും, വ്യാഴമാവും. 2021 ആകുമ്പോഴോ 1 കൂട്ടുക, വെള്ളി വരും. 2022 ജനുവരി 1 വരുമ്പോൾ ശനിയാഴ്ചയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാ? ശനിയാണ് ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ സി. 56. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 3 7 16 35 74. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നോട്ടിലോട്ട് എഴുതാം. 3 7 16 35 74 അല്ലേ. അപ്പോൾ 3 ഗുണം 2 എന്ന് പറയുന്നത് 6 വരുന്നത്. 6ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 7 കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആവുന്നു. അപ്പോൾ നോക്കാം നമുക്ക്. 3 ഗുണം 2 6 വരും. 6 അധികം 1 7 ആകുന്നു. അപ്പോൾ 7 ഗുണം 2 14. 14ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 15 വരുന്നുള്ളൂ. അപ്പോൾ 2 കൂട്ടുമ്പോൾ 16 വരുന്നുണ്ട്. അത് കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അടുത്ത നോക്കാം. 16 ഗുണം 2 32 വരുന്നുണ്ട്. 32 അധികം 2 എന്ന് പറയുമ്പോൾ 34 ആവുന്നുള്ളൂ. ഇവിടെ 35 വരും. അപ്പം 3 കൂട്ടാം, 35. അപ്പോൾ എങ്ങനെ ആയിരിക്കും വരുന്നത്? 2 ഗുണിച്ചിട്ട് 1 2 3 4 അങ്ങനെ കൂടി വരുന്നു. അപ്പോൾ അടുത്തത് നോക്കാം. 35 ഗുണം 2 70 അധികം 4 74. കറക്റ്റായി. അപ്പോൾ അടുത്തത് വരുന്നത് എങ്ങനെ ആയിരിക്കും? 74 ഗുണം 2 = 148 കിട്ടും. അതിൻ്റെ കൂടെ 5 കൂട്ടുക. 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 153. അപ്പോൾ ആൻസർ 153 ആയിരിക്കും. ഇവിടെ ഉണ്ടോ ആൻസർ? 153. ആൻസർ ഓപ്ഷൻ എ 153. 57. 1 അധികം 3 അധികം 5 അധികം n പദങ്ങൾ ഡിവൈഡ് ബൈ 1 അധികം 2 അധികം 3 അധികം n പദങ്ങൾ = 12 ഡിവൈഡ് ബൈ 7 ആയാൽ എന്നിൻ്റെ വില എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? 1 അധികം 3 അധികം 5 n പദങ്ങൾ ഡിവൈഡഡ് ബൈ 1 അധികം 2 അധികം 3 അധികം n പദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 12 ഡിവൈഡ് ബൈ 7 ആണ്. അപ്പോൾ 1 3 5 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n സ്ക്വയർ ആണ് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 1 അധികം 3 അധികം 5 അധികം എഴുതുന്നതിന് പകരം n സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ
1, 2, 3 എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2. അപ്പോൾ 1, 2, 3 1 അധികം 2 അധികം 3 അധികം എന്ന് എഴുതുന്നതിന് പകരം n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ n സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 12 ഡിവൈഡ് ബൈ 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ രണ്ടിനെ എന്ത് ചെയ്യാം? ഇത് തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ എങ്ങനെ വരും? n സ്ക്വയർ ഗുണം 2 ഡിവൈഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 ഈക്വൽ ടു 12 ബൈ 7 എന്ന് വരും. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. n സ്ക്വയർ ഇൻറ്റു 2 ഡിവൈഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 7 എന്ന് വരും. അപ്പോൾ ഇത് എങ്ങനെ മാറ്റുന്നത്? ഈ n സ്ക്വയറിനെ എങ്ങനെ എഴുതാം? n ഇൻറ്റു n ആണ് n സ്ക്വയർ. അപ്പോൾ ഈ n വെട്ടിക്കളഞ്ഞാൽ ഇവിടെ എന്താ കിട്ടും? n കിട്ടും. അപ്പം ഇങ്ങോട്ട് എഴുതാം. n ഇൻറ്റു 2 ഡിവൈഡ് ബൈ n പ്ലസ് 1 എന്ന് പറയുന്നതാണ് 12 ഡിവൈഡ് ബൈ 7. അപ്പോൾ ഇത് മാറ്റാനായിട്ട് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 7 ഇൻറ്റു n ഇൻറ്റു 2 ഈക്വൽ ടു 12 ഇൻറ്റു n പ്ലസ് 1. എത്ര കിട്ടും? 7 ഗുണം n ഇൻറ്റു 2 എന്ന് പറയുന്നത് 14 n എന്ന് കിട്ടും. 14 n എന്ന് പറയുന്നത് ഈ 12നെ അകത്തോട്ട് ഗുണിക്കുക. 12 ഗുണം n 12 ഗുണം 1 12 n പ്ലസ് 12. അപ്പോൾ ഈ n എന്നുള്ളത് രണ്ടെണ്ണം കൂടെ ഒരു സൈഡിലോട്ട് മാറ്റുമ്പോൾ മൈനസ് ചിഹ്നമാകും. 14 n മൈനസ് 12 n എന്നാകും. ഈക്വൽ ടു 12. അപ്പോൾ എത്ര കിട്ടും? 14ൽ നിന്ന് 12 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. 2 n എന്ന് പറയുന്നത് 12. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 ഡിവൈഡ് ബൈ 2 എത്രയാ? 6 കിട്ടും. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ആൻസർ 6. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി 6 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 58. ഒരാൾ 1 ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പം എന്താ പറയുന്നത്? 1 ഡസൻ ബാഗുകൾ, അതായത് 12 ബാഗുകൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ നഷ്ടമാണുണ്ടായത്. 18% നഷ്ടമാണുണ്ടായത്. 15% ലാഭത്തിന് കിട്ടണമെങ്കിൽ ഓരോ ബാഗും ഇവിടെ 1 ഡസൻ ബാഗിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഓരോ ബാഗിൻ്റെയും കാര്യമാണ്. ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ 1 ഡസൻ ബാഗുകൾ എത്ര ശതമാനം നഷ്ടമാണ് ഉണ്ടായത്? 18% നഷ്ടം. അപ്പം നഷ്ടം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 100ൽ നിന്നും 18 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 82%. എത്രയാണ് വില? അപ്പം 4920. അപ്പം 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ നഷ്ടമാണുണ്ടായത്. 82% എന്ന് പറയുന്നത് 4920 എന്ന് എഴുതാം. ഇനി എത്ര രൂപയാണ് വേണ്ടത്? ലാഭം കിട്ടേണ്ടത് 15 രൂപ ലാഭമാണ് കിട്ടേണ്ടത്. ലാഭം എന്ന് പറയുമ്പോൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 100 അധികം 15 115% ആകണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ മുകളിലുള്ള സാധനം അത് എഴുതാം. 4920 ഗുണം അപ്പോൾ 82%ആകുമ്പോൾ 4920 രൂപയാണെങ്കിൽ 115% ആകുമ്പോൾ അതിലും കൂടിയ രൂപയായിരിക്കും വരുന്നത് അല്ലേ? അപ്പം 115 അങ്ങ് മുകളിൽ എഴുതുക. ഡിവൈഡഡ് ബൈ 82 എഴുതുക. അപ്പോൾ 82നെ ഇത് രണ്ടും കൂടെ വെട്ടിപ്പോവും. 60 കിട്ടും. 60 ഗുണം 115 എന്ന് പറയുന്നത് 6900. 6900. അപ്പോൾ 115% ലാഭം കിട്ടണമെങ്കിൽ 6900 രൂപയ്ക്ക് വിൽക്കണം. എത്രയാ? 12 ബാഗുകൾ. 1 ഡസൻ ബാഗിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. 1 ഡസനാണ് ഈ പറയുന്ന കാര്യം.
ഇതും 1 ഡസനിലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അതായത് 12 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ഒരു ബാഗിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബാഗിന് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 1 ഡസന് 6900 ആണെങ്കിൽ ഒരു ബാഗിന് എത്ര രൂപയ്ക്ക് വിൽക്കണം? അതിനെ 12 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ചെയ്ത് നോക്കാം. 6900 ഡിവൈഡഡ് ബൈ 12. ഒരു ബാഗിൻ്റെ തുക കിട്ടുന്നതിന് എത്ര കിട്ടും? വെട്ടുമ്പോൾ 575 എന്ന് കിട്ടും. 575 രൂപയെന്ന് കിട്ടും. അപ്പോൾ ഓരോ ബാഗിനും 575 രൂപ വെച്ച് വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് 115% ലാഭം കിട്ടും. 575. നോക്കാം ആൻസർ ഉണ്ടോയെന്ന്. ആൻസർ ഓപ്ഷൻ എ 575 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ 59. സമാന്തരികം എ ബി സി ഡിയിൽ എ ബി എ ഡി എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്ററും ആണ്. സമാന്തരികത്തിൻ്റെ വിസ്തീർണം 160 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിൻ്റെ ചുറ്റളവ് എത്ര? അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ചുറ്റളവാണ്. ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ചുറ്റളവ് ഈക്വൽ ടു 2 ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? വിസ്തീർണമാണ് തന്നേക്കുന്നത്. വിസ്തീർണം തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. വിസ്തീർണം 160 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നീളങ്ങൾ തന്നിട്ടുണ്ട്, ലംബങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് H1 എന്നും H2 എന്നും എടുക്കാം. H1 എത്രയാണ് തന്നേക്കുന്നത്? 5 സെൻറ്റിമീറ്റർ. H2 20 സെൻറ്റിമീറ്റർ. അപ്പോൾ വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ B ഇൻറ്റു H എന്നാണ്. അപ്പോൾ B ആണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? B 160 ഈക്വൽ ടു AB ഇൻറ്റു H എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. H1 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് 160 ഡിവൈഡ് ബൈ 5 32. ഇനി രണ്ടാമത്തെ H2 വെച്ച് കണ്ടുപിടിക്കാം. 160 ഈക്വൽ ടു എ ഡി ഇൻറ്റു 20. എ ഡി ഈക്വൽ ടു 160 ഡിവൈഡ് ബൈ 20 8 എന്ന് കിട്ടി. അപ്പോൾ എ ബിയും എ ഡിയും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2 ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി. അപ്പോൾ എയും ബിയും ഏതൊക്കെയാണ്? എ 32, ബി 8. അപ്പോൾ ഇതിനകത്ത് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 2 ഇൻറ്റു 32 അധികം 8 ഈക്വൽ ടു എത്ര കിട്ടും? 32 അധികം 8 എന്ന് പറയുന്നത് 40 ആണ്. 2 ഇൻറ്റു 40 80. 80 സെൻറ്റിമീറ്ററാണ് ആൻസർ. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ സി 80 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 60. ഒറ്റയാനെ കണ്ടെത്തുക. 8, 27, 64, 100, 125, 216, 343. അപ്പോൾ നോക്കാം. 8 എന്ന് പറയുന്നത് ഏതിൻ്റെ ക്യൂബാണ്? 2ൻ്റെ ക്യൂബാണ് 8 അല്ലേ. 27 എന്ന് പറയുന്നതോ 3ൻ്റെ ക്യൂബ്. 64 4ൻ്റെ ക്യൂബ്. 100 ക്യൂബാണോ? അല്ല, 10ൻ്റെ സ്ക്വയറാണ് 100. 125 5ൻ്റെ ക്യൂബാണ്. 216 എന്ന് പറയുന്നത് 6ൻ്റെ ക്യൂബാണ്. 343 7ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഇവിടെ സ്ക്വയറായിട്ട് വരുന്നത് 100 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ ബി 100. 61. None of us played the game well. ആൻസർ ഓപ്ഷൻ ഡി ഡിഡ് ബി. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിഡ് ബി വന്നത്? ഇവിടെ നൺ ഓഫ് അസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ട് വരും, നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് വരും. പിന്നീട് പ്ലേഡിൻ്റെ ആക്സിലറി വെർബ് ഡിഡ്. ആൻസർ ഓപ്ഷൻ ഡി.
62. If you had reached the venue at the night time, you dash the chief guest. Answer option A. Could have met. Had reached വരുന്നതുകൊണ്ടാണ് could have met വന്നത്. 63. Change into reported speech. He said, will you listen to such an advice? Answer option D. He asked whether they would listen to such an advice. 64. Expand UPI. Answer option A. Unified Payments Interface. 65. The court observed the agreement null and void. Here, null and void means. Answer option B. Invalid. 66. Pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images, etc. Answer option A. Iconoclast. 67. The quality of the oranges dash not satisfactory. Answer option A. Was. എന്തുകൊണ്ടാണ് was ഇവിടെ വന്നത്? The quality ആണ് ഇവിടെ പറയുന്നത്. അപ്പം അതിനനുസരിച്ചാണ് ഇവിടെ വെർബ് വരുന്നത്. 68. He dash 10 years of service by next March. Answer option B. Will complete. 69. Teacher could not dash beating the student for his misbehavior. Answer option B. Keep from. 70. The correctly spelled word is. Answer option C. ഈ മെമൻറ്റോ ആണ് ശരിയായിട്ടുള്ളത്. 71. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം. ആൻസർ ഓപ്ഷൻ ഡി. ആദിപ്രരൂപം. 72. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ എ. അതിവാത്സല്യം അപകടകാരിയാണ്. 73. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ബി. വൈദ്യർ. 74. കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി. അപൂർവമായ സംഭവം. 75. കുതിരയുടെ പര്യായമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ. നഗജം. 76. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. നായകൻ നായകി. 77. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ സി. ആ അധികം അൻ. 78. ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ആൻസർ ഓപ്ഷൻ ബി. വിൺ അധികം തലം വിണ്ടലം. 79. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതിർഷ. ആൻസർ ഓപ്ഷൻ ഡി. തരണം ചെയ്യാനുള്ള ഇച്ഛ. 80. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ഉഗ്രം അത്യുഗ്രം. 81. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാം? ആൻസർ ഓപ്ഷൻ ഡി. ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. 82. ഒരാൾ തന്റെ സുഹൃത്തിന്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി. 3, 4 മാത്രം. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം. 83. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം. ആൻസർ ഓപ്ഷൻ എ. മുകളിൽ പറഞ്ഞവയെല്ലാം. മഹാത്മാഗാന്ധി ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിനം, മഹാത്മാഗാന്ധി ചരമദിനം. 84. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി. ബ്ലെൻഡിംഗ്. 85. 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിന്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി. 50,000 രൂപ. 86. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ. മുഖ്യമന്ത്രി. 87. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ
ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 14405. 88. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? ആൻസർ ഓപ്ഷൻ ബി 2016. 89. 2000-ലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ആൻസർ ഓപ്ഷൻ എ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ. 90. 2000-ലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനപരമായോ സത്യസന്ധത ഇല്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ആൻസർ ഓപ്ഷൻ സി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 91. അബ്കാരി നിയമപ്രകാരം ആൻസർ ഓപ്ഷൻ സി 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. 92. ENA-യുടെ പൂർണ്ണനാമം? ആൻസർ ഓപ്ഷൻ ബി എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. 93. NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. 94. ഗേജിംഗ് എന്നത്? ആൻസർ ഓപ്ഷൻ ബി ഡിസ്റ്റിലറികളിൽ നിർമ്മിക്കുന്ന സ്പിരിറ്റിന്റെ വീര്യം കണ്ടെത്തുന്നത്. 95. NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിന്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തിൽ അല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിന്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തന്റെ തൊട്ടുമുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം. ആൻസർ ഓപ്ഷൻ ബി 72 മണിക്കൂർ. 96. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ വീര്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 42 UP. 97. കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസികൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന അഥവാ ഹോൾസെയിൽ നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി FL9 ലൈസൻസ്. 98. കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി വകുപ്പ് 4. 99. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 100 യാർഡ്. 100. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 18 വയസ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.